മാധ്യമപ്രവർത്തകരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിരുന്നു, ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം മാധ്യമ സമ്മേളനം നമുക്ക് നടത്താമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി ബഡ്ജറ്റ് പാസ്സായി, ആ സെഷൻ കഴിഞ്ഞു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 മാസമായി കോർപ്പറേഷൻ ഭരണസമിതി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കോർപ്പറേഷൻ ഭരണസമിതിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായും ആറ്റുകാൽ ട്രസ്റ്റുമായി ചേർന്ന് അതുപോലെ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് ചേർന്ന് കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വരികയാണ്. ഏറെക്കുറെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വളരെ നന്നായിട്ട് ആറ്റുകാൽ പൊങ്കാല വളരെ മനോഹരമായിട്ട് നടക്കുവാനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും പൂർത്തിയായി. ഭക്തജനങ്ങളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം നഗരി. തീർച്ചയായിട്ടും ഇതുവരെ സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിന്ന് സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ പല മീറ്റിംഗുകളും നടന്നു. കോർപ്പറേഷന്റെ ഫൈനൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റ് യോഗം നാളെ വിളിച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് അത്തരത്തിലുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെയും യോഗം മേയറുടെ ചേംബറിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ യോഗത്തിലേക്ക് വരാൻ 5 മിനിറ്റ് വൈകിയത് തന്നെ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെ ഞങ്ങൾ ഒരു മീറ്റിംഗ് ചേരുകയായിരുന്നു. ഏതൊക്കെ പ്രദേശത്താണ് ഇപ്പോൾ കുടിവെള്ള ക്ഷാമം ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത് വാട്ടർ അതോറിറ്റി ഇടപെട്ട് ഏറെക്കുറെ പരിഹരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ചില പ്രദേശങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇന്നും കൌൺസിലർമാരൊക്കെ അറിയിച്ചതനുസരിച്ച് ആ പ്രദേശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെൻഡിംഗ് പോയിന്റുകളുടെ എണ്ണം കൂട്ടി. അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മുമ്പ് PTP മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഐരാണിമുട്ടവും വെള്ളയമ്പലവും കൂടി വെൻഡിംഗ് പോയിന്റായിട്ട് വെള്ളം കൊടുക്കുവാനുള്ള കേന്ദ്രങ്ങളാക്കി തുറന്നിട്ടുണ്ട് ഈ ക്രൈസിസ് ഒന്ന് തരണം ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഇന്നിപ്പോൾ ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ പേരൂർക്കട വളരെ മുൻപ് ഒരു വെൻഡിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ കുടിവെള്ള ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അത് അവിടെ കൂടി ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സാധ്യത SC സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് തന്നെ, ഞങ്ങളുടെ ഉൾപ്പെടെ ഇടപെടലിന്റെ ഭാഗമായി പരിഹരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ്ടും ബുദ്ധിമുട്ടുണ്ടായാൽ അത് തരണം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 107 ടാങ്കറുകൾക്ക് പുറമെ 60 ടാങ്കറുകൾ കൂടി കോർപ്പറേഷൻ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. നാളെ രാവിലെ 11 മണിക്ക് ഈ 60 ടാങ്കറുകളും ഒരു സ്ഥലത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനങ്ങളെല്ലാം അവിടെ വരും. അവിടെ വച്ച് ഈ വാഹനങ്ങൾക്കൊക്കെ തന്നെ നമ്പർ ചെയ്ത് ഓരോ വാർഡിനും ഓരോ വാഹനം കൊടുക്കും. ഇപ്പോൾ ഈ കുടിവെള്ള ബുദ്ധിമുട്ട് പറയുന്ന ഒരു വാർഡിന് വെള്ളം നിറച്ച് ഒരു ടാങ്കർ കൊടുക്കും. അവിടുത്തെ കൌൺസിലറുടെയും അവിടുത്തെ HIയുടെയും ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും നിയന്ത്രണത്തിലായിരിക്കും ആ വാർഡിൽ ആ വാഹനം ഓടുന്നത്. കുടിവെള്ള ബുദ്ധിമുട്ടുള്ള മുഴുവൻ സമയത്തേക്കും ആ വാഹനം ആ വാർഡിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതിന്റെ പൂർണ്ണ ചെലവ് കോർപ്പറേഷൻ വഹിക്കും. സൗജന്യമായി ടാങ്കറും വെള്ളവും കൊടുക്കുകയാണ്. ഇനി കൂടുതൽ ടാങ്കറുകൾ വേണം, മറ്റുള്ള ഒരു വാർഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ടാങ്കറുകൾ വേണം, അല്ലെങ്കിൽ കൂടുതൽ വാർഡുകളിലേക്ക് വേണമെങ്കിൽ കൂടുതൽ ടാങ്കറുകൾ എടുക്കുവാനും കോർപ്പറേഷൻ തീരുമാനിച്ചു, ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ 25 പുതിയ ടാങ്കുകൾ, വാട്ടർ ടാങ്കുകൾ കൂടെ വാങ്ങാൻ തീരുമാനിച്ചു. കാരണം ചില സ്ഥലത്തൊക്കെ തന്നെ ചെറിയ ഓട്ടോറിക്ഷയിലും അങ്ങനെയൊക്കെ വെള്ളം കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ വാഹനങ്ങളിൽ ടാങ്ക് വെച്ച് വെള്ളം കൊണ്ടുകൊടുക്കാൻ വേണ്ടി 25 ടാങ്ക് കോർപ്പറേഷൻ സ്വന്തമായി വാങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഓർഡർ കൊടുക്കും. ഇന്ന് ഒരു അർജന്റായിട്ട് ഓർഡർ കൊടുത്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വാങ്ങിയിട്ട് ആ ടാങ്കുകൾ കോർപ്പറേഷൻ ഉപയോഗിക്കുകയും കോർപ്പറേഷൻ സൂക്ഷിക്കുകയും ചെയ്യും ഏത് സമയത്ത് ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. അരുവിക്കര പോയി വെള്ളം കൊണ്ടുവരാനുള്ള മെക്കാനിസം കോർപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ ചാനലിൽ 1-2 പേര് നിരന്തരം കോർപ്പറേഷൻ വെള്ളം കൂടി മുട്ടിച്ചു എന്നൊക്കെയുള്ള വാർത്ത കൊടുക്കുന്നുണ്ട്. അവരുടേതായ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല. പക്ഷെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പരിഭ്രാന്തിയിലാകും. ഞങ്ങൾ എന്തായാലും എന്ത് വാർത്ത കൊടുത്താലും പരിഭ്രാന്തിയിലാവില്ല. ജനങ്ങൾ പരിഭ്രാന്തിയിലാവുന്നത് ഒഴിവാക്കാൻ സാധിക്കും. എന്തായാലും വാട്ടർ അതോറിറ്റിയും ശ്രമിക്കുന്നുണ്ട്.
പരിഹരിക്കാൻ വേണ്ടി. ഇത്രയാണ് കുടിവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രൈസിസ് മാനേജ്മെന്റ് ടീം കോർപ്പറേഷനുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ടീമും എപ്പോഴും അവൈലബിൾ ആണ്. കാര്യങ്ങൾ എത്തിക്കാം. അപ്പോൾ കുടിവെള്ള പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഈ രീതിയിൽ ഇടപെടാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെ 11 മണിക്ക് എല്ലാ മാധ്യമപ്രവർത്തകരെയും പുത്തരിക്കണ്ട മൈതാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അറേഞ്ച്മെന്റ് ഒക്കെ തന്നെ നേരിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം. മറ്റൊന്ന്, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിനോട് പറയാനുള്ള ഒരു കാര്യം, സാധാരണ പൊങ്കാലയുടെ തലേദിവസം ഉച്ചയ്ക്ക് ശേഷം അവധി കൊടുക്കാറുണ്ട് നഗരത്തിന്. ഇത്തവണ ഇതുവരെ അത് അനൗൺസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഗവൺമെന്റ് ഇടപെട്ട് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം കോർപ്പറേഷനുണ്ട്. അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിലേക്ക് കത്തെഴുതും. സാധാരണ വേറെന്തെങ്കിലും പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകൾ? അത് ഈ ടോയ്ലറ്റ് ആണോ അതോ മാനുവലാണ്? ടോയ്ലറ്റുകൾ കുറെ പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ടെമ്പററി ടോയ്ലറ്റ് മുമ്പ് വെച്ചതിന്റെ ഇരട്ടി എണ്ണം വയ്ക്കുവാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അത് പറയും. കഴിഞ്ഞ ഹെൽത്ത് കമ്മിറ്റിയിൽ ഈ മാനവീയ റോഡിലെ ഈ കുടിവെള്ളത്തിന്റെ ഇഷ്യൂ വന്നിരുന്നു. അവിടെ ഒരു പെർമനന്റ് പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പ് ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ പുതിയൊരു കണക്ഷൻ എടുത്തുകൊണ്ട് സ്ഥിരം സംവിധാനം എന്ന നിലയ്ക്ക് തീരുമാനം എടുത്തിട്ടുണ്ട്. ഉടനെ നടപ്പാം. പൊങ്കാല സമയത്ത് കൂടുതൽ ടെമ്പററി ടോയ്ലറ്റ് കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ബഡ്ജറ്റിൽ 200 ശുചിമുറികൾ തിരുവനന്തപുരം നഗരത്തിൽ 200 ശുചിമുറികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് 31 എണ്ണമാണ് ഞങ്ങളുടെ കണക്കിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ പലതും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ എല്ലാം കൂടുതൽ ക്രമീകരിക്കുന്നതോടൊപ്പം തന്നെ 200 ശുചിമുറികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതോടെ വരുമ്പോഴേക്കും ഈ പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന്, ഈ ഹരിത പ്രോട്ടോകോൾ പാലിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ മീറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നടന്നു കഴിഞ്ഞു. ഇനി മാധ്യമപ്രവർത്തകർ നിരന്തരം പത്രസമ്മേളനത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചുടുകല്ല് എന്ത് ചെയ്യുന്നു? അപ്പോൾ ചുടുകല്ല് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, മുൻ വർഷങ്ങളിൽ ചെയ്തിരുന്ന അതേപോലെ തന്നെ ചെയ്യുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ചുടുകല്ല് ശേഖരിച്ച് വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ആവശ്യപ്പെട്ട് പലരുടെയും കത്ത് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് നൽകും. അല്ല, പൊങ്കാല എങ്ങനെയാണോ മുൻപ് നടന്നു വന്നത് അതുപോലെ നടക്കും. മനോഹരമായിട്ട് നടക്കും. എന്തേ? അല്ല, റോഡ് അല്ല, അവർ സ്മാർട്ട് സിറ്റി ആൻ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഏർപ്പെടുത്തിയിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അതായത് പൊങ്കാല വളരെ നന്നായിട്ട് ജനങ്ങൾക്ക് ഇടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഇടപെടലും ഉണ്ടാവും. അങ്ങനെയൊന്നുള്ള ഒരു നിയന്ത്രണം ഉള്ളതായിട്ട് കോർപ്പറേഷൻ അറിയിച്ചിട്ടില്ല. എന്തോ? അതാണ് ഞാൻ പറഞ്ഞത്. മുൻപ് എങ്ങനെയൊക്കെയാണോ നടന്നത് അതുപോലെ മനോഹരമായി നടക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും. അതെ, അതാണ്. അതിന് ഇപ്പോ ചില സന്നദ്ധ സംഘടനകൾ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ നഗരം വൃത്തിയാക്കുവാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ ചില പല സന്നദ്ധ സംഘടന, ചിലർ പ്രാദേശികമായിട്ടാണ്, ചിലത് പൊങ്കാല ഇടുന്ന എല്ലാ പ്രദേശങ്ങളും വൃത്തിയാക്കാമെന്ന് ആവശ്യപ്പെട്ടാണ്. അപ്പോൾ അവർ മാറ്റുന്ന അതായത് ആ വേസ്റ്റ് നമ്മൾ മാറ്റിക്കൊള്ളാം. അവർ കളക്ട് ചെയ്യുന്ന മാലിന്യം അവർ സംസ്കരിക്കേണ്ട, കാരണം അവർക്ക് അതിന്റെ സിസ്റ്റം ഇല്ല. അത് കോർപ്പറേഷൻ സംസ്കരിക്കും. പക്ഷെ പല സന്നദ്ധ സംഘടനകളും തയ്യാറായി വന്നിട്ടുണ്ട്. എന്തായാലും കോർപ്പറേഷൻ അതിന് മുൻപുള്ള ശുചീകരണവും നടത്തും. പൊങ്കാല കഴിഞ്ഞാൽ എല്ലാ വർഷവും നടത്തുന്ന പോലെ അതിലിപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഹെൽത്ത് ഓഫീസറുണ്ട്, ഹെൽത്ത് സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്.
അവരൊക്കെ ഒന്ന് രണ്ടുപേര് ഫീൽഡിലാണ് അതിന്റെ അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങളൊരു 3000-ഓളം തൊഴിലാളികളെ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി മാത്രം, അതായത് തലേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ടി ഉറക്കൊഴിയോ അങ്ങനെയൊന്നും ചെയ്യാത്ത, ഫ്രഷായിട്ടൊന്നും ചെയ്യാൻ തയ്യാറുള്ള ഒരു 3000 തൊഴിലാളികളെ, ഏകദേശം 2800-3000 വരെ തൊഴിലാളികളെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ആവശ്യപ്രകാരം എല്ലാ സ്ഥലത്തേക്കും നിശ്ചയിച്ചു കഴിഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള ഒരു 175-200 ഇടയ്ക്കുള്ള ടിപ്പർ ലോറികൾ ഈ ചവർ കൊണ്ടുപോകാൻ വേണ്ടി അത് എവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കേണ്ടതെന്നുള്ള സ്ഥലം പെർമിഷൻ വാങ്ങിക്കഴിഞ്ഞു. ഇത് കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ അത് നിരത്താനുള്ള JCB അതാ സ്ഥലങ്ങളിൽ എത്തിക്കുവാനുള്ള ക്രമീകരണം നടത്തി കഴിഞ്ഞു. പലപ്പോഴും ഈ ചവർ കൊണ്ടുപോകുമ്പോഴേക്കും തീയൊക്കെ ഉണ്ടാവും. അതിൽ കൊണ്ടിടുമ്പോഴേക്കും പലപ്പോഴും അവിടെ തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതാ സ്ഥലങ്ങളിൽ ഫയർ എഞ്ചിൻ ഉണ്ടാകാനുള്ള സാഹചര്യം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നഗരം ഏറ്റവും ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഞങ്ങളിപ്പോൾ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മോണിറ്റർ ചെയ്തും നേതൃത്വം നൽകിയൊക്കെ തന്നെ ഈ തൊഴിലാളികളോടൊപ്പം നിന്ന് തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പരമാവധി സഹകരിക്കാൻ പറ്റുന്ന സംഘടനകളൊക്കെ തന്നെ കൂടെ കൂട്ടാനും ആലോചിക്കുന്നുണ്ട്. വേറെന്തെങ്കിലും? പിന്നെ ഇന്ന് ബഡ്ജറ്റ് ചർച്ച ഉണ്ടായിരുന്നു, കുറെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന് തന്നെ വളരെ കിട്ടുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തുനിന്നും, ജില്ലയ്ക്ക് പുറത്തുനിന്നും, ജില്ലയുടെ പല ഭാഗത്തുനിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരുൾപ്പെടെ ബഡ്ജറ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം സ്വീകാര്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ 60 ദിവസം കൊണ്ട് തയ്യാറാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ഭരണസമിതിക്ക് സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അത് നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു. വേറെന്തെങ്കിലും? അല്ല, ഇപ്പൊ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പദ്ധതികളിൽ വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൽ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കൊടുക്കും. ഏത് പദ്ധതിയിലും ആവശ്യക്കാര് വരുന്നതനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കും. കഴിഞ്ഞതിലിപ്പോൾ കൊടുത്തതിന്റെ കണക്കൊക്കെ എങ്കിലുണ്ട്. ഒരു 2,95,000 കല്ലാണ് കഴിഞ്ഞതിന് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം മാത്രം കൊടുക്കാൻ വേണ്ടി സാധിച്ചത്. മറ്റൊരു സംഭവം ഉണ്ടായി ബഡ്ജറ്റിനിടെ. എന്തേ? യൂണിയൻ കൗൺസിലർമാര് ബഹിഷ്കരിച്ചുകൊണ്ട് പോയി. നിങ്ങളുടെ കൗൺസിലുള്ള ഒരു കൗൺസിലർക്കെതിരെ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ആ വാദം തള്ളുന്നുണ്ട്, കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ കൗൺസിലുള്ള ഒരാൾക്കെതിരെ പോക്സോ കേസ് വരുമ്പോൾ ധാർമ്മികമായി രാജിവെക്കണമെന്നാണ് CPM ആവശ്യപ്പെട്ടത്. ഒന്ന് പറയുന്ന കോൺഗ്രസ് ആണ്. ഏത് ചിഹ്നത്തിൽ ജയിച്ചു എന്നതിൽ അപ്പുറം ഒരു കേസിൽ ആളാണ് അസംബ്ലിയിൽ. ഞാൻ അതൊക്കെ ഇവിടെ പറയുന്നത്. പൊങ്കാലയുടെ നല്ലൊരു പത്രസമ്മേളനമായിട്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ശ്രദ്ധിച്ചാണ് കാര്യം. ഇത് ബഡ്ജറ്റ് ചർച്ചയാണ് നടന്നത് ഇവിടെ. ഇന്ന് താങ്കൾ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കേസിന്റെ ചർച്ചയും വിചാരണയല്ല. ഇന്നലെ പൂർണ്ണമായിട്ടും സൂര്യന് താഴെയുള്ള എല്ലാ വിഷയവും പലരും പ്രസംഗിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വം മുതൽ പാപ്പനംകോട് വരെയുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രസംഗിച്ചു. അത് ഇന്നലെ പൊതു ചർച്ചയായിരുന്നു. ഇന്ന് ഹെഡ് തിരിച്ച് ഈ അനുവദിച്ചതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കാതെയാണ് ആ വിഷയം ഉന്നയിച്ചത് എന്നുള്ളതാണ്. അത് ബഡ്ജറ്റ് വിഷയം അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ബഹിഷ്കരിച്ചു പോയത് അവർക്ക് വേറെ പരിപാടികളുണ്ടായി. ഞാൻ ഇന്ന് 10:30 അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു പാർട്ടി പരിപാടിയിൽ 10 ഇല്ലേ? അല്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു പാർട്ടി പരിപാടി ഉണ്ടാകും. കുറച്ചുകൂടെ ഇല്ലേ ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയതാണല്ലോ. അത്രയേ ഉള്ളൂ. പാർട്ടി പരിപാടിക്ക് പോകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റ് ചർച്ച ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പ്രതിഷേധം നടത്തി. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുക, അത്രയേ ഉള്ളൂ. ബഡ്ജറ്റ് വൻ ഭൂരിപക്ഷത്തിൽ പാസ്സായി. ഈ ഭരണസമിതി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആശങ്കയൊന്നും ഉണ്ടായില്ല. പറയും. ആ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞാരാണ്? ഏത് പാർട്ടിയാണ്? അതൊക്കെ ഞാൻ പറയാമല്ലോ. ഇത് ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലമാണ്, കോർപ്പറേഷൻ കൗൺസിലാണ്. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. പോലീസും കോടതിയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതൊക്കെ ലീഗലി എന്തേ നല്ല ബഡ്ജറ്റാണ്, വളരെ നല്ല ബഡ്ജറ്റാണ്.
ബഡ്ജറ്റ് ചർച്ചയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. നല്ല ബഡ്ജറ്റായിരുന്നു. എല്ലാവർക്കും, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ 50% വില കുറച്ച് മരുന്ന് കിട്ടും, സ്കാൻ ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അത്രയും നല്ല ബഡ്ജറ്റ്. വീട് പാവപ്പെട്ട 2000 പേർക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നോക്കൂ, 2000 പേർക്ക് ഞങ്ങൾ താമസിപ്പിക്കുന്നില്ല. അടുത്ത ദിവസം നിങ്ങൾ പറഞ്ഞുതരാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പൊ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരുന്ന അറിയോ? നിങ്ങളുടെ തൊട്ട് ഈ ഹാളില് ഇവിടെ ഉണ്ട് മാധ്യമപ്രവർത്തകരെ നേരത്തെ നിങ്ങളുടെ വാല്യുബിൾ സമയമായതുകൊണ്ട് കൂടുതൽ ഇരുത്തണ്ട എന്ന് വെച്ചിട്ട് നേരത്തെ വിടാൻ വേണ്ടി ടൗൺ പ്ലാനിംഗ് ചെയർമാൻ ഇന്ന് ബഡ്ജറ്റ് ഉച്ചയ്ക്ക് പാസ്സായി. അദ്ദേഹം ഇപ്പൊ ടൗൺ പ്ലാനിംഗിന്റെ ആൾക്കാരെ വിളിച്ച് അവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും പത്രപ്രവർത്തകരല്ല. ടൗൺ പ്ലാനിംഗുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുകയാണ്. വീട് കൊടുക്കുന്നതിന്റെ അടുത്ത ഘട്ടം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി 1 മണിക്ക് ബഡ്ജറ്റ് പാസ്സായി, 3 മണിക്ക് ടൗൺ പ്ലാനിംഗ് ചെയർമാൻ മീറ്റിംഗ് വിളിച്ചിരിക്കുക. MCC വരുന്ന മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കാൻ വേണ്ടി. ഞങ്ങൾ 2000 പേർക്ക് വീട് കൊടുക്കാൻ പോവുകയാണ്. ഒരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുടെ ഒരു ലോഗോ, ആ ലോഗോ ഒന്ന് പ്രദർശിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് എത്ര ലക്ഷം പേരാ. ഞാനിന്ന് പറഞ്ഞല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബഡ്ജറ്റ് കണ്ടിട്ട് വയനാട്ടിൽ നിന്ന് ഒരാൾ അയച്ച കത്ത് ഇന്നലെ എൻ്റെ വീട്ടിൽ കിട്ടി. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു. അതിൽ പെടുത്തി പാവം അവർക്കറിയില്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബഡ്ജറ്റ് ഇവിടെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ അവർക്കറിയില്ല. ഇതിൽ പെടുത്തി എനിക്കൊരു വീട് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒരു ലേഡി ഒരു കത്തയച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ കളക്ടർക്ക് കൊടുത്തു, പലർക്കും കൊടുത്തു, ലൈഫ് മിഷനിൽ കൊടുത്തു, എനിക്ക് വീട് കിട്ടിയില്ല. ഇപ്പൊ കത്തയക്കുന്ന എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അത്രത്തോളം ജനങ്ങൾ ഒരു ജെന്യൂൻ ക്വസ്റ്റ്യൻ നമ്മളോട് ഇന്ന് ചോദിച്ചു നോക്ക്. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ ഇതിന് കൊടുക്കാൻ പണമുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട്, കോർപ്പറേഷന്റെ വീതം കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ വീട് വേണമെന്ന് ആവശ്യക്കാരുമുണ്ട്. പക്ഷേ ഒരു തെറ്റായ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിട്ട് സംസ്ഥാന സർക്കാർ ഇങ്ങനെ പിടിവാശി പിടിക്കുന്നത് എത്ര പേരാ കടത്തിനെ കിടന്നുറങ്ങുന്നത്, എത്ര പേര് മരണപ്പെട്ടു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭരണകൂടം ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ പകച്ചു നിൽക്കുന്നത് നല്ല ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ വിൽപ്പവരോട് തീരുമാനിച്ച് മുമ്പോട്ട് പോവുകയാണ്. പലരും ചോദിക്കുന്നുണ്ട് 2000 വീട് എങ്ങനെ കൊടുക്കും കോർപ്പറേഷൻ. ഇത് കാണാം, ഞങ്ങളത് വളരെ മനോഹരമായിട്ട് വിനയത്തോടെ ചെയ്ത് കാണിച്ച് 2000 കുടുംബങ്ങളും ഹൗസ് വാമിംഗ് കഴിഞ്ഞ് പാലുകാച്ചി കഴിഞ്ഞ് താമസമാകുമ്പോഴേക്കും നമുക്ക് കാണാം. ഓക്കെ, അതിനുള്ള പിന്തുണയാണ്, അല്ലാതെ താങ്ക് യു.